വളരെയധികം അഭിമാനവും ആശ്ചര്യവും തോന്നുന്നു എനിക്ക്. അവരെ തിരക്കൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനൊരു ടീമിനെ കിട്ടിയത് കൊണ്ടാവാം ഈ ജില്ല ഇത്ര പെട്ടെന്ന് വളർന്ന് ഉഷാറായിട്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടീമിനെ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ പ്രയത്നിക്കുന്നത്. എന്തായാലും ബിജുവേട്ടൻ അത് നല്ലോണം മുതലാക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇത് കൊടുക്കുന്നതാണെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. വലിയ ഇതൊന്നും കുടുംബത്തെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഈ ഉദ്യമത്തിന് വളരെയധികം നന്ദി. അതിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പം മധുവിനെ നിങ്ങൾക്കറിയാം, അമ്പാടിയിലെ മധു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കളവ് ചെയ്തു. അങ്ങനെയുള്ള ആൾക്കാരെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കൂടി നിങ്ങളെ നിങ്ങളുടെ സംരക്ഷണത്തിൽ കൊണ്ടുവരണം. എന്നാലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പങ്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി കൊടുക്കണം എന്നാണ് അതിൻ്റെ ഒരു ഇത്. പലപ്പോഴും നമ്മുടെ ഈ ഇതിലേക്ക് വരുന്നത് മുഷിഞ്ഞ വേഷത്തോടുകൂടി വരുന്നവരായിരിക്കാം. നമ്മളവരെ കാണുമ്പോൾ തന്നെ വഴിയെടുത്ത് ഓടിക്കുന്നവരുണ്ട്. നമുക്കതിൽ ഒരു നേരത്തെ ഭക്ഷണം മതി, പൈസ കൊടുക്കരുത്. ഞാൻ എല്ലാവരോടും പറയാം, പലപ്പോഴും എല്ലാവരെയും ഞാൻ കണ്ടവരോടൊക്കെ പറയാണ്, നമ്മൾ പൈസ ഒരിക്കലും കൊടുക്കരുത്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഇപ്പോൾ ട്രെയിനിലായാലും യാത്രയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു കാരണവശാലും നമ്മൾ പൈസ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ധർമ്മം വാങ്ങിക്കാൻ വരുന്നവരോട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അങ്ങനെയുള്ള ആൾക്കാരുടെ പിറകിലെ കുറേ മാഫിയകളുണ്ട്. അല്ലാതെ വരുന്നവരുണ്ട്. മാഫിയകൾ കൊണ്ടുവന്ന് ഇറക്കി അവരുടെ വിഷയാടനം നടത്തി അവരിൽ നിന്ന് പൈസ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കളക്ഷൻ വാങ്ങിക്കുവാനും കളക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും നിങ്ങൾ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ നിങ്ങൾ ദത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൂടി ഏറ്റെടുക്കുക. ഓരോ ജില്ലയിലും അങ്ങനെയുള്ള ഓരോ മാസത്തിൽ ഇതുപോലെ നിങ്ങൾ കൊടുക്കുന്നതിൽ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തെ കണ്ടെത്തി അവർക്കൊരു ധനസഹായം കൂടി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്. ഏതായാലും ക്ഷണിച്ചതിൽ വളരെയധികം നന്ദി. ഇവിടെ വന്ന എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് അന്യ ജില്ലയിൽ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് കാസർഗോഡിൻ്റെ ഈ കുമ്പള സ്റ്റേഷൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ശ്രീ ജയ്പാൽ സാർ ഷോപ്പ് ബോർഡിൻ്റെ വെൽഫെയർ ബോർഡിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹം ഏതൊരാളുടെ മുമ്പിൽ പോലും, മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോലായാൽ പോലും നിങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയാനുള്ള സന്നദ്ധത കാണിക്കുമ്പോൾ അത്തരം വേദികൾ നിങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ അതിൻ്റെ ഭാഗമാക്കായി ജില്ലയിലുടനീളം സംസ്ഥാനത്തുടനീളം നിങ്ങൾക്ക് പ്രവർത്തനക്ഷമത കൈവരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. വേദിയിൽ ഒത്തിരി പേരുണ്ട്. അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്നവർ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പരിചിത മുഖങ്ങൾ തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസറാണ്. ഇന്ന് തൊട്ടടുത്ത കഴിഞ്ഞ ആഴ്ച ചെറുവത്തൂർ ഭാഗത്തേക്ക് പോയപ്പോൾ ഒരാൾ ഓടി വന്നു, സാറേ ഞാൻ KHRL മെമ്പറാണോ? ആ ഷോപ്പിലേക്ക് പിന്നെ എനിക്ക് കയറി പോകാൻ പറ്റും. വല്ലാത്ത ദുരന്തമായിട്ട് മാറുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുഖങ്ങൾ, നിങ്ങളുടെ രുചി ഭേദങ്ങൾ. കാസർഗോഡിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ അറിയപ്പെടുന്നത് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പേരിലാണ്. വെറുതെ വന്നൊരു ഭീതിയല്ല. കാസർഗോട്ടുകാരായ നിങ്ങളെയൊക്കെ നയിക്കുന്ന ബിജു ചുള്ളിക്കലാണ്. അദ്ദേഹത്തിൻ്റെയും നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരുടെയും കഠിനമായ പ്രയത്നഫലമായി കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്ത് ഇപ്പം തോന്നുന്നു എല്ലാ ജാഥകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥകളും വടക്കുന്ന തെക്ക് തുടങ്ങുന്നത് കുമ്പളിയിലാണ്. മുമ്പ് ഹൊസങ്കടിയായിരുന്നു, ഇപ്പോൾ കുമ്പളിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ കുമ്പളിയിൽ വെച്ച് ഇത്രയും വലിയൊരു ഘോഷയാത്രയോടുകൂടി ഒരു KHRL ഒരു പരിപാടി നടത്തുക എന്നുള്ളത് വലിയ ശ്രമഫലമായ ഒന്നാണ്. അത് ഇത്രയും വിജയകരമായി നടത്തിയ കുമ്പള യൂണിറ്റിനും അതിന് നേതൃത്വം നൽകിയ ജില്ലയുടെ സെക്രട്ടറിക്കും അതോടനുബന്ധിച്ചുള്ള ജില്ലയുടെ ഭാരവാഹികൾക്കും ജില്ലയിൽ സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ജില്ല നടത്തിയിട്ടുള്ള പ്രകടനങ്ങളുടെ റിസൾട്ട് അതിൽ കൂടുതൽ പ്രവർത്തനങ്ങളിലൂടെ വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി.
എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഈ പ്രകടനവും അതേപോലെ തന്നെ ഈ പരിപാടിയൊന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം കാസർഗോഡ് ജില്ല ഈ കുറച്ച് കാലങ്ങളായി അങ്ങനെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കുമ്പള യൂണിറ്റ്, കുമ്പളയിൽ നിന്നുള്ള നമ്മുടെ അബ്ദുള്ളക്കെ ആയാലും അമ്മുവാജി ആയാലും അവരുടെ പിന്തുണ തറമലക്കാരായാലും സവാദായാലും അവിടെയുള്ള ടീം KHR കുമ്പള, അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആയിട്ടുള്ള ആ ടീം വർക്ക് എത്രത്തോളം ഈ സംഘടനയെ ഊണും ഉറക്കവുമില്ലാതെ നടത്തുന്ന ശ്രീമതി ആശാലിനി തോമസ് ഈ ജില്ലയുടെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ഇന്നത്തെ പരിപാടി നടത്തുന്ന ശ്രീമതി ആശാലിനി തോമസ് വൈസ് പ്രസിഡന്റ് ഉള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ആശംസ പ്രസംഗത്തിനായി. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ ക്രിസ്ത്യാനിയും അന്തരുടെ മക്കളോടും ഇനി സ്നേഹിക്കണം. കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. സംസ്കാരം കാക്കണം, അകവെടിയണം, കലരൊടുങ്ങണം. ഇനി സ്നേഹം നിറയണം. മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം. ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം, അകവെടിയണം, കനലൊടുങ്ങണം. ഇനി സ്നേഹം നിറയണം. ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും